നമ്മളിത് അങ്ങനെ ഒരു ചെറിയ യാത്ര പോവാണ്. എവിടേക്ക് പോകണേ പൊന്നു അറിയോ? കൗറ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വീട് മേടിച്ചു കൗറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട് കാണാനും അവരൊന്ന് വിസിറ്റ് ചെയ്യാനും വേണ്ടി കൗറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. നമ്മുടെ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. ബാത്തസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇന്ന് പുതിയൊരു ദിവസം ഒരിക്കൽ കൂടി 7 days ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ പോവാം. നമ്മളിത് ചെറിയൊരു ഹെയർ പിൻ ഇങ്ങനെ ഇറങ്ങി വരാൻ കേട്ടോ. താഴെ നല്ല ഫോഗുണ്ട്. ഇപ്പോൾ സമയം എത്രയായി? 9:30 എന്നാലും താഴെ കണ്ടോ നല്ല ഫോഗാണ്. ഫോഗ് പോയി തുടങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ. എന്നാലും നോക്കിയാൽ നല്ല ഫോഗ്. കൗറയുടെ സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. അതാണ് കൗറ. നമ്മളിതേ വീട് എത്തിയിട്ടോ. ഇതാണ് ഫ്രണ്ടിൻ്റെ വീട്. ഇപ്പോൾ മേടിച്ചത് പുതിയ വീടല്ല, പഴയ വീടാണ്. നല്ല അത്യാവശ്യം നല്ലൊരു വീടാണ് കേട്ടോ. നമ്മളതേ വണ്ടി കൂടെ പാർക്ക് ചെയ്ത് പയ്യ അകത്തേക്ക് കയറിയായിരുന്നു. ഇതാണ് വീട്. ഇതിലിങ്ങനെ കയറി ഫ്രണ്ട് ഡോറ് ഇങ്ങനെ കയറി ഈ ഹോള്. ഡൈനിങ് ഹോള്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വീടാട്ടോ. 3 ബെഡ്റൂമിൻ്റെ വീടാണ്. ഇതിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മേടിച്ചിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഉണ്ടോ നല്ല സ്ഥലം ഉണ്ടായി നടക്കുക. ഓറഞ്ചുകളൊക്കെ ഉണ്ടായി കിടക്കണമെങ്കിൽ അപ്പുറത്തെ വളപ്പിലാണ്, ഇവിടെ വളപ്പിലല്ല കേട്ടോ. ഇവരിപ്പോൾ ഇത് മേടിച്ചിട്ടുള്ളൂ. ഇനിയും പയ്യൊക്കെ വയ്ക്കണം. അപ്പുറത്തെ വീട്ടിൽ നിറയെ ഓറഞ്ച് മരത്തുമൊക്കെ ഓറഞ്ചാണ്. പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ സ്ഥലത്തിന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണ്, നല്ലൊരു വീടുമാണ്. പഴയ വീടാണെങ്കിലും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്ത വീടാണ്. പിള്ളേർക്ക് കളിക്കാൻ നല്ല ഇഷ്ടംപോലെ സ്ഥലം. കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം, അടിപൊളി. ജാപ്പനീസ് ഗാർഡനിലേക്ക് പോവാണ്. ഇവിടെ തൊട്ടടുത്താണ്. അവരുടെ വണ്ടിയിൽ ഫ്രണ്ടിലുണ്ട് നിസാൻ എക്സ്ട്രയിൽ. നമ്മൾ തൊട്ട് പുറകെ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേറൊരു ഫാമിലീനെ പിള്ളേരെ പിക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ഇവിടെ നിർത്തിയേക്കാം കേട്ടോ. നമ്മളിപ്പോൾ ജാപ്പനീസ് ഗാർഡനിൽ എത്തി കേട്ടോ. പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൗറ ജാപ്പനീസ് ഗാർഡൻ. നമ്മൾ ഗാർഡനിൽ വന്ന് വണ്ടി പാർക്കൊക്കെ ചെയ്ത് എല്ലാവരും നടന്ന് പോകണ്ടോ. ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് അവിടെയാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. ഇവിടെ ഒത്തിരി ചെടി ഫ്ലവേഴ്സൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത് ആപ്പിളാണോ? ഇവിടെ പറ്റില്ല. എൻ്റെ അകത്ത് പറ്റുമായിരിക്കൂടാ. അകത്ത് ഗാർഡൻ അല്ലേ? വീഡിയോ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അല്ല ഇതിൻ്റെ ഉള്ളിൽ മറ്റിതൊക്കെ ഉണ്ട് കേട്ടോ. കഫേ മണിയാണ്. മണി അടിക്കുന്നത്. വാ, ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് പൂക്കളൊന്നും അധികം കാണുന്നില്ല. പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഫ്ലൈങ് ഡക്ക് നോക്കി.
ഇതിനകത്താണ് ഫിഷ് ഉള്ളത് പിടിക്കും. അതെ ഇത് നോക്കിയേ ഫിഷ് ഉണ്ട്. കാർപ്പ് ഇതേല അവിടെ ഒരു കൂട്ടം നിൽക്കുന്നു. ഇതുണ്ടോ ഇഷ്ടംപോലെ വലിയ മീനുകളുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇവിടെ വേറെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. കോഴിക്കാർപ്പാണോ അത്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇതിനകത്ത് അധികം ഫ്ലവറൊന്നും കാണാത്തതെന്ന് തോന്നുന്നു. കാരണം എന്താണ്ടോ ഒക്കെ ഇല വിഴിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് നല്ലൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഈ ലേക്ക് നോക്കി.